അതിന് നമുക്ക് ഒരു സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യാന്നുള്ളത് ലൈവായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഹീറോ മോട്ടോർ കോർപ്സ് ആണ് ഞാൻ നോക്കുന്നത്. ഹീറോ എന്ന് ടൈപ്പ് ചെയ്യുക. ഹീറോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. പിന്നെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് രാവിലെ ഓപ്പൺ ചെയ്തു. 5 മിനിറ്റ്സ് സ്കാനിലേക്ക് വരാം. 5 മിനിറ്റ്സ് സ്കാനിലാകുമ്പോൾ രാവിലെ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയി. ഓക്കെ, തിരിച്ച് ഈ ഒരു ലൈനിൻ്റെ അടുത്തേക്ക് വരും. അത് ഈ റിജക്ഷൻ ഈ ലൈനിലേക്ക് വരുമ്പോൾ അതായത് 506. ഓക്കെ, 5016 ആണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ സാധ്യതയുണ്ട്. ആ റിജക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതേ നേരെ ഇവിടെ വരും. ഈ ലൈനിൽ വരുമ്പോൾ ഏകദേശം ഒരു 5003 5004. ഞാനൊരു ആ ഒരു പ്രൈസിൽ അത് വാങ്ങാനായിട്ടാണ് ഒരെണ്ണം വാങ്ങുകയാണ്. ലിമിറ്റ് ഓർഡറാണ് ഇടുന്നത്. ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, പിന്നെ താഴോട്ട് പോകണമെങ്കിൽ ഞാൻ ആവറേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ നിന്നാണ് എൻ്റെ ഈ ഒരു ലെവലാണ്. ഇവൻ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വാങ്ങും. അതാണ് ഒരെണ്ണം ഞാൻ വാങ്ങിയത്. ഒരു 10 വാങ്ങാൻ പ്ലാൻ ഉണ്ട്. 10 വാങ്ങാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വാങ്ങി. അതിനുശേഷം ഇനി ഫാദർ ഇവിടുന്ന് ഒരു മൂവ്മെന്റ് മേലോട്ടാണോ എന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രിഗർ ആവില്ല. ഇന്ന് അങ്ങനെ ആവാൻ സാധ്യത തീരെ കുറവാണ്. ബിക്കോസ് ഈ ഒരു ലൈനിലേക്ക് വരുമോ നിഫ്റ്റി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. രാവിലത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് കുറെ കഴിയുന്നുണ്ട്. കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട് നിഫ്റ്റിയുടെ. അപ്പോൾ അത് താഴേക്ക് വരും. ഈ ഒരു ലെവലിൽ വരും. ഈ ഒരു ലെവലിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ട്രിഗർ ചെയ്യില്ല. ബിക്കോസ് ഈ ഒരു ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടുന്ന് രണ്ട് റിജക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഈ ഒരു ലൈൻ എടുത്ത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു 5-നും 7-നും ഇടയ്ക്ക് വരും. ഓക്കെ, ഞാൻ എന്തായാലും 5004 ഇട്ടിരിക്കുന്നത്. എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ. ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, നമ്മളിന്ന് ഓർഡേഴ്സിൽ നോക്കുക, നമുക്ക് കാണാൻ പറ്റും. ഇത് കിടക്കുന്നു ഓർഡേഴ്സ് 5004. ഇപ്പോൾ ലീസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 5018ആണ്. 5004 എൻ്റെ ട്രേഡിംഗ് പ്രൈസ്. അത് ടൈം ആകുമ്പോൾ അത് ട്രിഗർ ആവും. അതല്ല എനിക്ക് മാർക്കറ്റ് പ്രൈസിലാണ് വേണ്ടുന്നത് 518 എടുക്കാനാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എടുക്കും. പക്ഷെ ഞാൻ 5018 അല്ലെങ്കിൽ ആ റേഞ്ച് എടുക്കുന്നില്ല. ഞാൻ കൺവിക്ഷൻ അനുസരിച്ചിട്ട് അത് ഈ ഒരു ലെവലിലോട്ട് വരുമെന്ന് കരുതുന്നു. ബിക്കോസ് നിഫ്റ്റിയും നിഫ്റ്റി ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഇന്നൊരു കൺസോൾട്ടേഷൻ മോഡാണ്. ഇത് കൺസോൾട്ടേഷൻ മോഡാണ്. ഇത് ഏകദേശം ഇങ്ങനെ മൂവ് ചെയ്ത് ഒന്നുകിൽ 950 റിജക്ഷൻ എടുത്തിട്ട് താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഈ ഒരു 280 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നേ ഉള്ളൂ. അതിനൊരു എക്സ്പയറി ഡേയും കൂടെ അവിടെ. എക്സ്പയറി ഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രീമിയം എല്ലാം ഇന്ന് എക്സോസ്റ്റ് ആവും. അതാണ് എക്സ്പയറി ഡേ. സോ എൻ്റെ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 949-50 റിജക്ഷൻ എടുത്തുകൊണ്ട് താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് വീണ്ടും ഇങ്ങനെ ബൗൺസ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് റേഞ്ച് 24,000-നും 23,800-നും 800 850 ആ റേഞ്ചിൽ, അതായത് ഈ ഒരു 23,888 ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു സോണിൽ റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത. എന്തായാലും മുകളിലേക്ക് ഒറ്റ ഫസ്റ്റ് ടൈമിലൊന്നും ഒരു തവണ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകില്ല. മൾട്ടിപ്പിൾ സെക്കൻഡോ തേർഡോ ടൈം മാത്രമേ ഇവിടുന്ന് എൻട്രി ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിലും ഉണ്ടാകത്തുള്ളൂ. സോ മുകളിലോട്ടൊന്നും പോകില്ല. ഏകദേശം 950 വരെ അവിടുന്ന് റിജക്ഷൻ എടുക്കും. ഓസിലേറ്റ് ചെയ്ത് പ്രീമിയം എടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഹീറോ മോട്ടോർ കോർപ്സ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഞാൻ പറഞ്ഞിരിക്കുന്ന ലെവലിൽ വരാനാണ് സാധ്യതയുണ്ട്. ഇത്തിരി വോൾട്ടൈൽ ആണെങ്കിലും. അതെ, വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 512 നേരത്തെ പറഞ്ഞ സമയത്ത് 517-18 ആയിരുന്നു. അപ്പം ഞാൻ മാർക്കറ്റ് പ്രൈസിൽ എടുത്തില്ല. അവിടെ താഴേക്ക് വന്ന്
12 വന്നു. എൻ്റെ ട്രിഗറിംഗ് പ്രൈസ് 5004 ആണ്. 5004 വരെ ഒന്ന് നോക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതാണ് അതിൻ്റെ ഒരു രീതി. താഴേക്ക് ഇറങ്ങി വരുന്നു. ഇത് എൻ്റെ സപ്പോർട്ട് ലൈനാണ്. ഈ സപ്പോർട്ട് ലൈനെ ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസ്പെക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ ബാക്ക് ടെസ്റ്റിങ്ങും അത് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൈനിലേക്ക് വന്നത് 9 5009 ലൈവായിട്ട് കാണാറ് 5009 വന്നു, 5008 വന്നു. ദെൻ അത് ട്രിഗർ ചെയ്യുമ്പോൾ എക്സാക്ട് ഞാൻ പറഞ്ഞില്ല, 5004 വന്നു. 5004 വന്ന് മേ ബി 5004 റിജക്ഷൻ ആവത്തേ ഉള്ളൂ. ചാൻസ് ഉണ്ട്, കാരണം ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രൈസ് ഒന്ന് ഓർഡർ ഒന്ന് ഞാൻ മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തിട്ടേക്കാം. 5005 എത്തിയിട്ടുണ്ട്. 5005, 5006, 5005, 5005 യെസ് കംപ്ലീറ്റ് ഉണ്ടാവും. ഞാൻ 5005 അടിച്ച് 5005 ആയി. ഇതിനും താഴേക്കാണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യും. വാച്ച് ചെയ്തതിന് ശേഷം അഡീഷണൽ വേറെ വാങ്ങും, ആവറേജ് ചെയ്യും. സോ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇതിന് താഴേക്ക് വരും. അടുത്ത ടാർഗറ്റ് എനിക്ക് ഇന്റർമീഡിയറ്റ് ടാർഗറ്റ് ഞാൻ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു സ്വിങ് ആയതുകൊണ്ടും കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടും ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നോക്കുന്നില്ല. ഈ ഒരു ഏരിയയിൽ നമ്മൾ വലിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇത് ആകുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ട് 2 സെക്കൻഡോടെ ഉള്ളൂ. അടുത്ത ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആകും. അടുത്ത ക്യാൻഡിൽ ഫോം ആയി. ഫർദർ താഴോട്ട് വരാൻ സാധ്യത തോന്നുന്നു. എന്താ വെച്ചാൽ ഈ ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാൻഡിലാണ്. മാത്രമല്ല ഇതിൻ്റെ ഹാഫ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുമില്ല. അത് 2 മിനിറ്റോളം ആയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേ അത് നമ്മുടെ ഫാക്ടർ അല്ല. നമ്മളുടെ ട്രിഗർ ചെയ്യുന്ന പോയിന്റിൽ വന്നു, സ്ട്രൈക്ക് ചെയ്തു, നമുക്ക് എൻട്രി കിട്ടി. ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിന് ഞാൻ ഒരു യൂണിറ്റ് എടുത്ത് കാണിച്ചു. 10 യൂണിറ്റ് എടുക്കുന്നവരുണ്ട്, 100 യൂണിറ്റ് എടുക്കുന്നവരുണ്ട്. സെയിം പ്രോസസ് തന്നെയാണ്. ക്യാപിറ്റൽ കുറവായതുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്തെടുക്കും. അതായത് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗിളായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് റിജക്ഷൻ ആവും, കാരണം ഓൾറെഡി ഇവിടെ റിജക്ഷൻ കിടക്കുന്നു. ഒരു മൾട്ടിപ്പിൾ പോയിന്റിൽ വന്നിരിക്കുന്ന ഒരു അക്യുമുലേഷൻ പോയിന്റ് ആണ്. ഈ അക്യുമുലേഷൻ പോയിന്റിൽ നിന്ന് മേലോട്ട് പോകാൻ സാധ്യത ഉണ്ട്. പക്ഷേ നിഫ്റ്റിക്ക് എത്ര സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിലോട്ട് പോകാൻ ആ ഒരു പവറിൽ പോകാൻ സാധ്യതയില്ല. ഇത് സ്റ്റോക്കിന്റെ പവറിൽ മാത്രം പോകണ്ടേ. ഇപ്പോൾ ഈ സ്റ്റോക്കിന്റെ പവറിൽ മാത്രം പോകാൻ സാധ്യത കുറവാണ്, നിഫ്റ്റി താഴേക്ക് ആയതുകൊണ്ട്. ഓക്കെ, സ്റ്റോക്ക് താഴേക്ക് വന്നാലും നമുക്ക് നല്ലതാണ്, നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റും. ഒന്നോട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രൈസ് താഴ്ന്നു നിൽക്കും. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ 5000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടാണ്. 5000 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹീറോയ്ക്കൊക്കെ. അപ്പോൾ അവിടുന്ന് കൂടുതൽ ബൈയിങ് വരാനാണ് സാധ്യത. നമുക്ക് 1 മിനിറ്റിന്റെ ചാർട്ട് നോക്കാം. 1 മിനിറ്റിന്റെ ചാർട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അത് അതിൻ്റെ രീതിക്ക് നടക്കട്ടെ. നമ്മളുടെ ടാർഗറ്റ്, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ലെവല്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അത് ജസ്റ്റ് മേലോട്ട് കയറുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ബൈങ് കൂടുകയാണ്. ആ ബൈങ് കൂടി മേലോട്ട് കയറും.
ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇതിനെ തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബൈയിങ് പ്രഷർ വന്നു എന്നുള്ളതാണ്